കോൺഗ്രസിൽ ചേർന്ന മുൻ BJP നേതാവ് സന്ദീപ് വാര്യർക്കെതിരെ കൊലവിളി മുദ്രാവാക്യവുമായി യുവമോർച്ച. ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ അഴീക്കോട് നടന്ന യുവമോർച്ച പ്രകടനത്തിനിടെയാണ് സന്ദീപിനെതിരെ കൊലവിളി മുദ്രാവാക്യമുയർത്തിയത്. യുവമോർച്ച പ്രവർത്തകർ സന്ദീപ് വാര്യരെ 30 വെള്ളിക്കാശ് വാങ്ങി പ്രസ്ഥാനത്തെ ഒറ്റുകൊടുത്ത മൂരാച്ചി എന്ന് വിളിച്ചു. കൂടാതെ പ്രസ്ഥാനത്തെ അപമാനിക്കാൻ ബലിദാനികളെ കൂട്ടുപിടിച്ചെന്നും പറയുന്നു. ഒറ്റുകാര സന്ദീപെ, പട്ടാപ്പകലിൽ പാലക്കാട് നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്നാണ് ഭീഷണി മുഴക്കിയത്. ഇതിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട്. കഴിഞ്ഞ മാസമാണ് സന്ദീപ് വാര്യർ BJP വിട്ട് കോൺഗ്രസിൽ ചേർന്നത്. BJPയിലെ അസംതൃപ്തരെ കോൺഗ്രസിൽ എത്തിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണ് അദ്ദേഹം ഇപ്പോൾ. ഇക്കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിപ്പിട്ടിരുന്നു. BJP വിട്ട് കോൺഗ്രസിലെത്തുന്ന ഒരാളും രാഷ്ട്രീയമായി അനാഥമാവില്ല എന്ന ഉറപ്പും അദ്ദേഹം നൽകിയിരുന്നു. പണം ഞങ്ങൾ തരും. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും പ്രത്യയശാസ്ത്രത്തെ പൂർണ്ണമായും തള്ളിപ്പറഞ്ഞ് മതനിരപേക്ഷതയുടെ ഭാഗമാവാൻ, കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പ്രത്യയശാസ്ത്രത്തോട് ഐക്യപ്പെടുവാൻ സന്നദ്ധതയുള്ള ഒരാളും രാഷ്ട്രീയമായി അനാഥമാവില്ല, ഇത് ഉറപ്പാണ് എന്നായിരുന്നു സന്ദീപ് വാര്യർ കുറിച്ചത്. ഇത് BJPക്കാരിൽ അനിഷ്ടമുണ്ടാക്കിയിരുന്നു. അതേസമയം വോട്ടിന് വേണ്ടി ക്രൈസ്തവ ഭവനങ്ങളിൽ കേക്കുമായി എത്തുകയും എന്നാൽ ക്രിസ്തുമസ് സ്റ്റാർ തൂക്കുന്നത് വർഗീയമായി ചിത്രീകരിക്കുകയും ചെയ്യുന്നതാണ് BJPയുടെ രീതിയെന്ന് കോൺഗ്രസ് പ്രവർത്തക സന്ദീപ് വാര്യർ മുന്നേ പറഞ്ഞിരുന്നു. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ആൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. BJPയുടെ വെറുപ്പിനെയും വിദ്വേഷത്തെയും അംഗീകരിക്കാത്തവരാണ് ബഹുഭൂരിപക്ഷം ഹിന്ദുക്കളെന്നും അയ്യപ്പസ്വാമി മുന്നോട്ട് വെക്കുന്ന മതസാഹോദര്യം പോലും വർഗീയമായി ചിത്രീകരിക്കുന്ന സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഫാക്ടറി പൂട്ടിക്കുക തന്നെ വേണമെന്നും സന്ദീപ് ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. കൂടാതെ ശ്രീനിവാസൻ വധക്കേസിൽ 17 പ്രതികൾക്ക് ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടിയതുമായി ബന്ധപ്പെട്ട് താൻ ഉയർത്തിയ വിമർശനം പൂർണ്ണമായും ശരിയായിരുന്നുവെന്നും സന്ദീപ് വാര്യർ കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു. പ്രതികൾക്ക് ജാമ്യം അനുവദിച്ച ഹൈക്കോടതി വിധിയെ വിമർശിച്ച് സുപ്രീം കോടതി പരാമർശം നടത്തിയത് ചൂണ്ടിക്കാട്ടിയായിരുന്നു സന്ദീപിന്റെ പ്രതികരണം. BJPയുടെ സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ മറുപടി പറയാതെ ഒളിച്ചു കളിക്കുകയായിരുന്നു ഇത്രയും ദിവസമെന്നും സന്ദീപ് വിമർശിച്ചിരുന്നു. ഇതിനെതിരെയാണ് സന്ദീപ് വാര്യർക്കെതിരെ കൊലവിളി മുദ്രാവാക്യവുമായി BJP രംഗത്തെത്തിയത്.